ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2025 ജനുവരിയിൽ മുതൽ ഇറങ്ങാൻ പോകുന്ന എസ് യു വികളെ കുറിച്ചാണ്. ഈ മാസം ജനുവരിയിൽ ഇറങ്ങാൻ പോകുന്ന എസ് യു വികളിലേറെയും ഇ വികളായിരിക്കും. 2025 ജനുവരി 17-നും 22-നും ഇടയിൽ നടക്കാനിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോ സെഗ്മെൻറ്റിലുടനീളം അണിനിരക്കുന്ന ഒരു കൂട്ടം ലോഞ്ചിങ്ങുമായി ഒരു ആക്ഷൻ പാക്ക് മാസത്തോടെയാണ് ആരംഭിക്കാൻ പോകുന്നത്. ആകസ്മികമായി ഇവയെല്ലാം തന്നെ ഇ വികളാണ്. മാസ് മാർക്കറ്റ് ഇലക്ട്രിക് എസ് യു വികൾ മുതൽ സ്പോർട്സ് കാറുകൾ വരെയുള്ളവയാണ് ഇത് ഈ വർഷം മുഴുവനും ആവർത്തിച്ചുള്ള പ്രവണതകളായിരിക്കാം. അതിനാൽ ഈ വർഷം എത്തുന്ന എല്ലാ പുതിയ കാറുകളും എസ് യു വികളെയും നേരത്തെ തന്നെ അറിയാം. മാരുതി സുസുക്കി ഇ വിക്ടാര ഈ വർഷത്തെ പ്രധാനപ്പെട്ട ലോഞ്ച് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ആദ്യത്തെ മാസ് മാർക്കറ്റ് ഇ വി ആയിരിക്കും ഇ വിക്ടാര. വരാനിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോയിൽ ഇ വിക്ടാരയുടെ വില മാരുതി പ്രഖ്യാപിക്കുന്നതിനായി കാത്തിരിക്കാം. പ്രൊഡക്ഷൻ സ്പെക്ക് ഇ വിക്ടാരയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഇ വി എക്സ് ആശയത്തിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഷാർപ്പ് കോർണറും കട്ട്സും ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മസ്കുലർ സ്ട്രെങ്ത് പരുക്കനായി നിലനിർത്തുന്നു. 49 കിലോ വാട്ടിൻ്റെയും 61 കിലോ വാട്ടിൻ്റെയും എന്നീ രണ്ട് BYD സോഴ്സ് ബാറ്ററി പാക്കുകൾ ഇ വിക്ടാര വാഗ്ദാനം ചെയ്യും. രണ്ടാമത്തേതിന് ഓപ്ഷണൽ ഡുവൽ മോട്ടോർ AWD സംവിധാനം ലഭിക്കുന്നു. ബേസ് മോഡലിൽ 49 കിലോ വാട്ടിൻ്റെ വേരിയൻറ്റിന് 144 HP മുതലും 61 കിലോ വാട്ടിൻ്റെ AWD വേരിയൻറ്റിന് 184 HP വരെയുമാണ് പവർ. റേഞ്ചിനെ കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും 61 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഗ്ലോബൽ ടെസ്റ്റ് സൈക്കിളുകളിൽ 500 കിലോമീറ്ററിന് മുകളിൽ നൽകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഹുണ്ടായി ക്രെറ്റ ഇ വി ഭാരത് മൊബിലിറ്റി ഷോ മാരുതിയുടെ ആദ്യ ഇ വിക്ക് മാത്രമല്ല, ഈ വിക്ടാരയുമായി നേരിട്ട് മത്സരിക്കുന്നതിന് ഹുണ്ടായിയുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് ഇ വിയുടെ ലോഞ്ചും നമുക്ക് കാണാം. നിലവിലുള്ള ICE പ്ലാറ്റ്ഫോമിനെ അഡാപ്റ്റഡ് പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ക്രെറ്റ ഇ വി. അതിനാൽ അതിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പവും ലൈറ്റും മിക്കവാറും സമാനമായിരിക്കും. എന്നാൽ ചില ഇ വി പ്രധാന ഡിസൈൻ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. അതേസമയം ആൽക്കസർ ഫേസ് ലിഫ്റ്റ്, വിദേശത്ത് വിൽക്കുന്ന കോന എന്നിവയുള്ള ക്യാബിൻ സ്പേസും ധാരാളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട് ആക്സിലിൽ ഘടിപ്പിച്ച ഇലക്ട്രിക് മോട്ടോറും 45 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഇതിൽ 400 കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. MG സൈബസ്റ്റർ മുമ്പ് 2 തവണ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടാതെ MG ഇലക്ട്രിക് സ്പോർട്സ് കാറിൻ്റെ വില പ്രഖ്യാപനം ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. പുതിയ MG സെലക്റ്റീവ് പ്രീമിയം റീറ്റെയിൽ ചാനലിലൂടെ വിൽക്കുന്ന അവരുടെ ആദ്യ കാറായിരിക്കും ഇത്. സൈബസ്റ്റർ 77 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇതിൽ 2 ഇലക്ട്രിക് മോട്ടോറുകളും ജോഡിയായിരിക്കും. ഓരോ ആക്സിലും 1 എന്ന തരത്തിൽ AWD സജ്ജീകരണവും അനുകരിക്കുന്നു. ഈ പവർ ട്രെയിൻ 510 HP-യും 725 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി സൈബസ്റ്ററിന് 0 to 100 സ്പ്രിന്റ് സമയം 3.2 സെക്കൻഡിനുള്ളിൽ സാധിക്കും. CLTC സൈക്കിളിൽ പരമാവധി 550 കിലോമീറ്റർ റേഞ്ച് MG അവകാശപ്പെടുന്നു. ഓപ്പൺ ടോപ്പ്, ഡു ഡോർ സ്പോർട്സ് കാറിന് പോലുള്ള ക്ലാസിക് ലുക്കും ഇതിൽ വരുന്നു. MGയുടെ ചരിത്രപരമായ കായിക പൈതൃകത്തെ അനുസ്മരിക്കുന്ന ഒരു പുതിയ ഡിസൈനും നൽകിയിട്ടുണ്ട്. ഇതിൽ കത്രിക ഡോറുകൾ ഇന്ത്യയിൽ ഇ വികളിൽ ആദ്യമായാണ്. മഹീന്ദ്ര BE6 XEV 9e BE6-ഉം XEV 9eയും ഇലക്ട്രിക് എസ് യു വികളുടെ വില മഹീന്ദ്ര ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 2 എസ് യു വികളുടെയും മുഴുവൻ വില പട്ടികയും ഭാരത് മൊബിലിറ്റി ഷോയിൽ കാർ നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 എസ് യു വികളിലും INGALO പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാത്രമല്ല വളരെ കൺസെപ്റ്റ് കാർ പോലുള്ള ഡിസൈൻ സ്പോർട്ട് ചെയ്യുന്നു, BE6 പ്രത്യേകിച്ചും. അതേസമയം വലിയ SEV 9e കൂടുതൽ ക്യാബിനും ലഗേജ് റൂമും കൂടാതെ പാസഞ്ചർ ഇൻഫോടൈൻമെന്റ് സ്ക്രീനും കൂടുതൽ സാങ്കേതിക വിദ്യയും വാഗ്ദാനം ചെയ്യുന്നു. 2 എസ് യു വികളിലും അവരുടെ പവർ ട്രെയിൻ ബാറ്ററിയും പങ്കിടുന്നുണ്ട്. 59 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും 228 HP-യും 300 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒറ്റ പിൻ മോട്ടോർ സജ്ജീകരണം നൽകും. BE6-ന് 556 കിലോമീറ്റർ എന്ന അവകാശവാദവുമുണ്ട്. അതേസമയം XEV 9e ഒറ്റ ചാർജിൽ 542 കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നും പറയുന്നത്.